ഞങ്ങളുടെ വീട് എറവിലാണ്, കപ്പൽപ്പണി ഇടവക. എൻ്റെ ഹസ്ബൻഡാണ്, ആൻ്റണി എന്നാണ് പേര്. പക്ഷേ പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് സഹിക്കാൻ പറ്റാതായപ്പോൾ ചന്ദ്രമതിയെ പോയി. ചന്ദ്രമതിയിൽ നിന്ന് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരും, 7.5 അതിൻ്റെ താഴെ കണ്ട 5 കല്ലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. മദറിൽ പോയപ്പോൾ ഡാർവിൻ പറഞ്ഞ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 7.5 അതിൻ്റെ താഴെ കണ്ട് 5 കല്ലുണ്ട്, അതുകൊണ്ട് കല്ല് വലുതായി പോയി, അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി. അപ്പോൾ ഇവിടെ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അന്ന് തൊട്ട് ഞങ്ങൾ ധ്യാനത്തിന് പോയി. കപ്പൽപ്പള്ളിയിൽ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ധ്യാനത്തിന് കൂടി. പിറ്റേ ദിവസം പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കല്ലൊന്നും ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വേദനയോ മൂത്രത്തേക്കലിൻ്റെ ഒരു അസുഖങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബ്രദറിൻ്റെ ധ്യാനം എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി സാക്ഷ്യം പറയാമെന്ന് തീരുമാനിച്ചിരുന്നു. ഇന്ന് വരയ്ക്കും ഒരു കുഴപ്പമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന് മഹത്വം. നോക്കൂ, കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി. ആ കപ്പൽപ്പള്ളിയിൽ നടന്ന കൺവെൻഷനിൽ 5 ദിവസം വരെ കണ്ണുനീരോടെ ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ പറഞ്ഞിരുന്നല്ലേ. പിന്നീട് കൺവെൻഷൻ കഴിഞ്ഞിട്ട് പോയി പരിശോധിക്കുമ്പോൾ യൂറിൻ ബാഡറിൽ ഒറ്റ കല്ല് പോലുമില്ല, എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തിയാണ് യേശു നൽകിയത്. കർത്താവ് ഈ കുടുംബത്തോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയാം.